ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഫലമുണ്ടായിട്ടില്ല. വോട്ട് ഷെയർ 14% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ശരിയായിരിക്കാം, സ്മൃതി പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്ര മേയർമാരെയാണ് കിട്ടിയത് കേരളത്തിൽ? ഒരു മേയർ. BJPക്ക് എത്ര മേയർമാർ കിട്ടി? ഒരു മേയർ. ഞങ്ങളുടെ മേയർ തിരുവനന്തപുരം, കേരളത്തെ തലസ്ഥാന നഗരിയ തിരുവനന്തപുരമാണ് ഞങ്ങൾക്ക് മേയർ കിട്ടിയത്. മാർക്സിസ്റ്റ് പാർട്ടി കിട്ടിയത് കോഴിക്കോട്. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിന് തുല്യ. ഇതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്ര എംപിമാർ എത്രയുണ്ട് കേരളത്തിൽ? ലോക്സഭ എംപിമാർ 1, BJPക്കോ 1. അവർ ആലത്തൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ജയിച്ചത് എത്ര 20,000-ൽ പരം വോട്ടിനാണ്. ഞങ്ങളോ 75,000 പരം വോട്ടിനാണ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലിപ്പോൾ ഞാൻ ഒരു വോട്ടിൻ്റെ എണ്ണത്തിൽ, വോട്ടിൻ പെർസെൻറ്റേജ് ഒന്നും ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മോശമാണ് റിസൾട്ട് എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ സംസ്ഥാനം ആകെ നോക്കുമ്പോൾ അങ്ങനെയല്ല കണക്ക്. നേരത്തെ ഭരിച്ചതിനേക്കാൾ കൂടുതൽ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. നേരത്തെ ഭരിച്ചതിന് 2 മുനിസിപ്പാലിറ്റിയാണ്, ഇപ്പോഴും 2 മുനിസിപ്പാലിറ്റി ഉണ്ട്. നേരത്തെ ഭരിക്കാത്ത ഒരു കോർപ്പറേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യം ഞാൻ സമ്മതിക്കുന്നു, അത് കുറച്ച് മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ.